ഹായ് ഓൾ. കെ എസ് ഇ ബിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിൽ ഒന്നാണ് കെ എസ് ഇ ബി വർക്കർ എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് മസ്ദൂർ എന്ന പേരിൽ 10ാം ക്ലാസ് പാസ് ആകാൻ പാടില്ല എന്ന മാനദണ്ഡത്തിൽ വന്നിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ മാനദണ്ഡങ്ങൾ മാറ്റുകയും നിലവിൽ ഈ നോട്ടിഫിക്കേഷൻ പുതിയ പേരിൽ പുതിയ യോഗ്യതയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വളരെ വലിയ സംശയങ്ങളുണ്ട്. അതായത് ഇതിന്റെ സിലബസ് എന്തായിരിക്കും, നിലവിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ എക്സാമിനേഷന്റെ സിലബസിൽ നിന്ന് മാറിയ സിലബസ് ആയിരിക്കുമോ ഇതിന് വരാൻ സാധ്യത എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനുള്ളൊരു മറുപടിയായിട്ടാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് സാധാരണഗതിയിൽ PSC കൺഫർമേഷൻ നൽകുമ്പോഴാണ് സിലബസ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ വരുന്ന സമയവും എക്സാമിനേഷന്റെ ഡേറ്റും തമ്മിൽ ഏതാണ്ട് ഒരു 1.5-2 മാസത്തെ ഗ്യാപ്പ് മാത്രമേ കിട്ടുകയുള്ളൂ. വലിയ മാറ്റങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൺഫർമേഷനും സിലബസും വന്ന ശേഷം പഠിക്കാം എന്നൊരു ഡിസിഷൻ എടുത്താൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു എക്സാമിനേഷനിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആവും. മാത്രമല്ല ജില്ലാടിസ്ഥാനത്തിൽ നടക്കുന്ന എക്സാമിനേഷൻ ആണ്, വളരെ വലിയ നിയമന സാധ്യതയുള്ള എക്സാമിനേഷൻ ആണ്. എല്ലാ ജില്ലകളിലും കൂടി ഏതാണ്ട് 3000-4000 ഇടയിൽ നിയമനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതാണ്. നിലവിൽ 900ഓളം വേക്കൻസി റിപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ചാൻസ് എടുക്കാൻ ഒക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ദിശാബോധത്തോടുകൂടി തന്നെ പഠിച്ചുണ്ടാക്കണം. അതിനുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു എക്സാമിനേഷന്റെ മീഡിയം എന്താണ് എന്നുള്ളതാണ്. 10ാം ക്ലാസ്സും ITM ആണ് അടിസ്ഥാന യോഗ്യത. ഈ 10ാം ക്ലാസ്സും ITM അടിസ്ഥാന യോഗ്യതയായിട്ട് ഇപ്പോൾ കേരള PSC വിളിച്ചിട്ടുള്ള ടെക്നിക്കൽ എക്സാമുകളൊക്കെയും ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിനേഷനും ഇംഗ്ലീഷിൽ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇൻ കേസ് മലയാളം ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് ഇംഗ്ലീഷിനൊപ്പം തന്നെ ഒരു പേജിൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷനിലൊക്കെ കാണുന്ന പോലെ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ഒരു ഓപ്ഷൻ ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇൻ കേസ് മലയാളം ഉണ്ടെങ്കിൽ പോലും അത് ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കണ്ട് ഉറപ്പിക്കാം എന്നത് കവിഞ്ഞ് മറ്റൊരു കാര്യത്തിൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഇനിയും ഇതിന്റെ സിലബസ് എന്തായിരിക്കും? നമുക്ക് പ്രധാനമായിട്ടും ഈ അടുത്തിടെ നടന്ന ഇലക്ട്രിക്കൽ എക്സാമിനേഷനുകൾ, ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ 10ാം തീയതി വരാൻ പോവുകയാണ്. കേരള PWDയിലേക്കുള്ള ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ ഏതാണ്ട് ഇതേ കാറ്റഗറിയിൽ തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നിട്ടുണ്ട്. അവയുടെയൊക്കെ സിലബസ് ഏതാണ്ട് ഡിക്റ്റോ സെയിം തന്നെയായിരുന്നു, യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഈ ഇലക്ട്രീഷ്യന്റെ സിലബസ് മാറാത്തത് കൊണ്ട് തന്നെ കേരള PSCയുടെ സിലബസിലും ആ കണ്ടന്റുകൾ മുഴുവൻ പൂർണ്ണമായിട്ടും ഉണ്ടാകും, വ്യക്തമാവുന്നുണ്ടാവും. അതായത് കേരള PSC നടത്താൻ പോകുന്ന KSEB വർക്കർ എക്സാമിനേഷനകത്ത് ഈ ഒരു ഇലക്ട്രീഷ്യൻ എക്സാമുകൾ നടത്തിയിരിക്കുന്ന മുഴുവൻ കണ്ടന്റുകളും ഉണ്ടാകും. ഇനിയും ഇതിനകത്ത് വരാൻ സാധ്യത ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, കേരള PSC ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഈ കണ്ടന്റുകൾ മുഴുവൻ നിലനിർത്തിക്കൊണ്ട് ആഡോൺ ആയിട്ടായിരിക്കും എന്തെങ്കിലും കണ്ടന്റുകൾ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സമയം എന്ന് പറയുന്നത്, അതായത് കൺഫർമേഷൻ വന്നിട്ട് വരുന്ന ബാക്കിയുള്ള സമയം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരേപോലെയാണ്. അപ്പോൾ ഈ ഒരേ സമയത്ത് എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്താൽ അവിടെ ഒരു അതൊരു ലെവൽ പ്ലേയിങ് ആയിട്ട് മാറും. അത് നിങ്ങളുടെ റാങ്കിനെ കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യും. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇതിന്റെ ഒരു ബേസ് ലെവലിൽ നിൽക്കുന്ന ഇലക്ട്രീഷ്യൻ മറ്റ് എക്സാമുകളുടെ ബേസ് ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു ധാരണയും ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗത്ത് നിങ്ങൾ നേടുന്ന എഡ്ജ് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതായത് കൺഫർമേഷന്റെ ഒക്കെ തീയതി വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ബേസിക് ഇലക്ട്രീഷ്യൻ എക്സാമിനേഷൻ, അതായത് നിലവിൽ ഇതിനോടകം നടന്നിരിക്കുന്ന എക്സാമിനേഷന്റെ മുഴുവൻ ടോപ്പിക്കിലും നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണയും അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യ പേപ്പറുകൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് ഒരു കംഫർട്ട് സോണിലാവുകയും കൺഫർമേഷൻ തീയതിക്ക് ശേഷം പുതുതായിട്ട് സിലബസിൽ വരുന്ന എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവയ്ക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ച് ഈ ഒരു മേഖല നമ്മൾ റിവിഷന് വേണ്ടി മാത്രം മാറ്റുകയും ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു KSEB വർക്കർ എന്ന എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100-നകത്ത് തന്നെ എത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന ഈ ഒരു കണ്ടന്റിന്റെ, അതായത് ഈ സിലബസിന്റെ ഡീറ്റെയിൽസ് താഴെ PDF ആയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് ബന്ധപ്പെട്ടാലും നമ്മൾ നൽകുന്നതാണ്. അപ്പം ഇതിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഓർഡർ എന്ന് പറഞ്ഞു തരാം. ഞങ്ങളുടെ ഓർഡർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടേതായ ഒരു രീതിയിൽ നിങ്ങളത് പിന്തുടരാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് വരുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. ഇത് നമുക്ക് മൊഡ്യൂൾ 1 എന്ന് കൺസിഡർ ചെയ്യാം. ഇത് പ്രധാനമായിട്ടും ഇതിനകത്തു നിന്നുള്ള കണ്ടന്റുകൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കേണ്ടി വരും. ഈ ഭാഗം മുഴുവൻ പഠിക്കേണ്ടതാണ്. അടുത്തതായിട്ട് മൊഡ്യൂൾ 2 വരുന്നത് ഓംസ് ലോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അടുത്തത് മൊഡ്യൂൾ 3 ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്
മാഗ്നറ്റിസം എന്ന് പറയുന്ന പോയിന്റ് ആണ്. മൊഡ്യൂൾ 4 നമ്മൾ വരുന്ന ആൾട്ടർനേറ്റീവ് കറന്റ് ആൻഡ് എർത്തിങ് ആണ്, AC ആൻഡ് എർത്തിങ് ആണ്. അടുത്തത് മൊഡ്യൂൾ 5 എത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും DC മെഷീൻസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി മൊഡ്യൂൾ 6 വരുമ്പോൾ AC മോട്ടോർ സിംഗിൾ ആൻഡ് 3 ഫേസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. മൊഡ്യൂൾ 7 വരുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് വരുന്നു. മൊഡ്യൂൾ 8 വരുമ്പോൾ ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് വരുന്നു. മൊഡ്യൂൾ 9 വരുമ്പോൾ പവർ ജനറേഷൻ വരുന്നു. മൊഡ്യൂൾ 10 വരുമ്പോൾ ട്രാൻസ്മിഷൻ വരുന്നു. അപ്പം ഈ വരുന്ന റെലവന്റ് ടോപ്പിക്കുകളും അതിന്റെ സബ് ടോപ്പിക്കുകളും കൃത്യമായിട്ട് പഠിക്കുകയും മാത്രമല്ല ഇതിൽ നിന്ന് ഇതിനോടകം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ അനലിറ്റിക്കൽ എബിലിറ്റിയും കൃത്യമായിട്ടൊരു ധാരണയിൽ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കൺഫർമേഷൻ തിയറി വരുമ്പോഴേക്കും ഏറെക്കുറെ നിങ്ങളുടെ റോള് തീർന്നിരിക്കും. പഠിക്കുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട റോള് തീർന്നിരിക്കും. പിന്നീട് റിവിഷൻ എന്ന് പറയുന്ന ഒരു റുട്ടൈൻ ആക്ടിവിറ്റി മാത്രം നടത്തിയാൽ മതി. ഏതെങ്കിലും തരത്തിലുള്ള സിലബസ് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ച് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ള സമയം പഠിക്കുക. ഇനി സിലബസ് ചേഞ്ച് ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ ഒരു 100-നുള്ളിൽ എത്തുമെന്നൊരു സംശയമില്ല. 100 ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സാജറേറ്റ് ആണ്. നിങ്ങൾക്ക് 10-നകത്ത് തന്നെ എത്താൻ പറ്റും കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ്. കാരണം വളരെ അധികം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എന്ന് തന്നെ നമുക്ക് ഇവിടെ കണക്കാക്കാം. അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ KCB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ബേസിക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനും ക്ലാസ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.